അഥവാ ഈ കാര്യം ഈ 4 ചുമരുകൾക്ക് പുറത്തു പോയാൽ അവിടുത്തെ പ്രിയപ്പെട്ട വളർത്തുപുത്രി രൂപവതിയെ നാം വധിക്കുന്നതാണ്. അവളെ വധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ മഹാരാജനും. കേൾക്കൂ, നാം കുമാരദേവൻ, നാം തന്നെ ഈ രൂപനഗരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. എന്നാൽ ഒരു സംശയം ബാക്കിയുണ്ട്. ഇനി അത് കാണുന്നതിനായി എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകും? അതുപോലെ എത്ര ആളുകൾ അത് മുകളിൽ നിന്നും കാണും? ആരാണ് നിങ്ങൾ? നാം കോലിക രാജ്യത്തെ രാജകുമാരനാണ്, ഗന്ധർവൻ. നിങ്ങൾക്ക് ദുർഗന്ധ എന്ന നാമമാണ് യോജിക്കുന്നത്. ദൂരെ പോകൂ. അപ്പോഴങ്ങ് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഈ വനത്തിൽ എന്തിനാണ് നിൽക്കുന്നത്? നാം നമ്മുടെ ഇഷ്ടപ്രകാരം നിൽക്കുന്നതല്ല. ഒരു സന്യാസിയുടെ പുത്രിയുടെ പ്രണയത്തിൽ മുഴുകിപ്പോയതാണ് നാം. പിന്നീട് ആ സന്യാസി കാര്യം അറിഞ്ഞപ്പോ നമ്മെ ശപിച്ച് ഈ വനത്തിനുള്ളിൽ ബന്ധിതനാക്കി. കൊള്ളാം, നിങ്ങൾ ആത്മാർത്ഥതയുള്ള കാമുകനാണല്ലോ. ഇതെന്താ, പ്രണയിച്ചു പോയതുകൊണ്ട് അങ്ങ് പ്രാണിയായി മാറിയോ? എന്നിട്ട് എന്തുണ്ടായി? പിന്നീട് എന്താണ്, നാം വിലപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ സ്പർശിച്ച് ക്ഷമയാചിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മോട് പറഞ്ഞു, ഒരിക്കൽ രാജകുമാരി തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ലളിതവും അതുപോലെ കഠിനവുമായ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും മനുഷ്യനാകാൻ സാധിക്കും. അവിടുന്ന് നമുക്ക് നമ്മുടെ മനുഷ്യരൂപം തിരിച്ചു നൽകി. നമുക്കൊരു പുതിയ ജീവിതമാണ് അവിടുന്ന് സമ്മാനിച്ചിരിക്കുന്നത്, രാജകുമാരി. അതെയോ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എങ്കിൽ അവിടുന്ന് നമ്മെ അവിടുത്തോടൊപ്പം അവിടുത്തെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയാലും. നാം അവിടുത്തോട് അപേക്ഷിക്കുകയാണ്, രാജകുമാരി. നാം ഇത്രയും കാലം പ്രാണിയായിരുന്നല്ലോ, ഇപ്പൊ നമുക്ക് മനുഷ്യരൂപം ലഭിച്ചല്ലോ. അതുകൊണ്ട് ഇത്രയും ദുർഗന്ധത്തിൽ ഇനി വസിക്കുന്നത് ഉചിതമല്ലല്ലോ. അല്ല, അങ്ങൊരു രാജകുമാരനാണ്. അങ്ങയുടെ പക്കൽ എന്തെങ്കിലും രാജമുദ്രകൾ ഉണ്ടാവുമല്ലോ. അതെ, ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. അങ്ങനെയാണോ? അല്ലല്ല, അത് രാജമുദ്ര ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ പ്രാണിയായി കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ രാജമുദ്ര. സ്വന്തം മുദ്ര ഇദ്ദേഹം കാണുന്നില്ല. എന്തുപറ്റി? രാജമുദ്ര എവിടെയെങ്കിലും പോയോ? നോക്കൂ, രാജമുദ്ര ഇല്ലാതെ കൊട്ടാരത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതെ, നാം ഒന്ന് നോക്കട്ടെ. നിൽക്കൂ, നാം ഒന്ന് പരിശോധിക്കട്ടെ. പറയുന്നത് കേൾക്കൂ. കാണിക്കൂ. ഉണ്ട്. ഉണ്ടല്ലോ. നോക്ക്, ഇതാ നമ്മുടെ രാജമുദ്ര. അതല്ലേ പറഞ്ഞത്, ഇത്രയും വർഷങ്ങളായി പ്രാണിയായി ജീവിച്ചതല്ലേ. അതുകൊണ്ട് നാം ഇത് ശ്രദ്ധിച്ചില്ല. അതാ
നീ അത് കണ്ടല്ലോ. നീ വ്യർത്ഥമായി അദ്ദേഹത്തെ സംശയിക്കുകയായിരുന്നു. അല്ല, വന്നാലും ഒരാശങ്കയും വേണ്ട. നാം അങ്ങേ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. വന്നാലും അവിടുന്ന് മുന്നിൽ നടന്നാലും